ഒരു വനത്തിന് ജന്മം നൽകിയ മാതൃത്വം. ശ്രീമതി ദേവകിയമ്മ ജി, പത്മശ്രീ ജേതാവ്, 2026. ഇന്നൊരു തൈ, നാളെ ഒരു മരം, ഒരിക്കലൊരു വനം. ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച അവർക്ക് പ്രകൃതി സംരക്ഷണത്തിന്റെ പാത അപരിചിതമായിരുന്നില്ല. എനിക്കൊരു 44 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അവിടെ 3 വർഷം വീട്ടിലിരിപ്പും കിടപ്പുമൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളുടെ വെച്ചാരാധന ഒരു ഉദ്ബോധനം തന്ന പോലെ ഇങ്ങനെ ഇരുന്നാൽ എന്ത് ചെയ്യും, വല്ലതൊക്കെ ചെയ്യരുത് ഇവിടെ. അപ്പം അങ്ങനെ വെച്ചാരാധന എടുക്കുന്നതിന് ഓരോന്ന് വെച്ചു, ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു. മരം ഒരു വരവാന്നല്ലേ പറയുന്നത്. വനങ്ങളില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ ഓരോ തൈകളായി ദേവകിയമ്മ നട്ടു തുടങ്ങിയപ്പോൾ ആദ്യം പരിഹസിച്ചവർ പിന്നീട് തങ്ങളുടെ തെറ്റ് തിരുത്തി. നമ്മൾ വെക്കുന്ന ഒരു സാധനം നാം പിടിക്കുകയും പൂക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് സന്തോഷം. അങ്ങനെ വെച്ച് കൈ നട്ട് നനച്ച് അതൊരു കാവായി തീർന്നു. തുടക്കത്തിൽ തൈകൾ മാത്രമായിരുന്നു, പിന്നീട് കുറ്റിച്ചെടികൾ നിറഞ്ഞു, ഒടുവിൽ മരങ്ങളായി വളർന്ന് ഒരു ഹരിതവനമായി. അമ്മ ഈ മരങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ട്, അവർക്കിതെല്ലാം മനസ്സിലാകാറുമുണ്ട്. ഒട്ടും താമസിയാതെ ആ വനം വിവിധ പക്ഷിമൃഗാദികളെ ചേർത്തു പിടിച്ചു. പുതിയ സുഖകരമായ ഒരു പരിതസ്ഥിതി ജന്മം കൊള്ളുകയായിരുന്നു. വനമില്ലാത്ത ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു വനം സൃഷ്ടിച്ചു തന്ന കൊല്ലവയിൽ ദേവകിയമ്മയോട് നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. രാജ്യം ഇന്ന് അമ്മുമ്മയെ പത്മശ്രീ നൽകി ആദരിക്കുമ്പോൾ അമ്മുമ്മയുടെ കൊച്ചുമകൾ എന്ന നിലയ്ക്കും അതുപോലെ ആ കുടുംബത്തിലെ ഒരാളെന്ന നിലയ്ക്കും അത്രയധികം സന്തോഷവും അഭിമാനവും. നമ്മുടെ എല്ലാ അമ്മയായ ഭൂമിദേവിയെ സേവിച്ചു. അമ്മ എൻ്റെ ഫലം എനിക്ക് തന്നു, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു. ശ്രീമതി ദേവകിയമ്മ ജി, പത്മശ്രീ, 2026.